സ്വന്തം ചർമ്മത്തിലെ കറുത്ത പാടുകൾ മാറാനും സ്കിൻ വൈറ്റ് ആവാനും വേണ്ടിയിട്ട് നമ്മളിൽ പലരും സ്കിൻ വൈറ്റനിങ് ഓയിൽമെന്റുകൾ അല്ലെങ്കിൽ സ്കിൻ ലൈറ്റ് ഓയിൽമെന്റുകൾ, ക്രീമുകൾ ഇങ്ങനെയുള്ളവ ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇത് ശരിയായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം, അതിനെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലോട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വായോ. ഇത്തരം ക്രീമുകളിൽ ഹൈഡ്രോക്വിനോൺ, സ്റ്റിറോയിഡുകൾ എന്നിവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മെലാനിന്റെ ഉൽപാദനം കുറച്ച് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, അതുപോലെ സ്കിന്നിന്റെ കളർ ഒക്കെ ചേഞ്ച് ആവുന്നു. അതായത് സ്കിന്ന് നല്ല വൈറ്റ് ആയിട്ട് വരുന്നു ഇങ്ങനെയുള്ള ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ പറയുന്നത് ഈ സ്കിൻ ലൈറ്റ് എന്ന് പറയുന്ന ഓയിൽമെന്റിനെ പറ്റിയിട്ടാണ്. ഇത് എൻ്റെ മോളുടെ കഴുത്തിൽ ഒരു കറുപ്പുണ്ടായിരുന്നു, അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടർ തന്ന ഒരു ക്രീമാണ് കേട്ടോ. ഈ ക്രീം എന്ന് പറഞ്ഞാൽ എത്ര ഡാർക്കായിട്ടുള്ള കഴുത്തും ഈ ക്രീം ഒരല്പം ഇത്ര മതിയാകും. ഇത്ര ക്രീം എടുത്തിട്ട് നമ്മൾ എവിടെയാണോ കറുപ്പ് അവിടെ ഇങ്ങനെ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളെല്ലാം കറുപ്പുള്ള സ്ഥലത്ത് പുരട്ടാറുണ്ട് ഇടക്ക്. അപ്പോൾ ഇങ്ങനെ പുരട്ടി കൊടുക്കുക. അപ്പോൾ എന്താവും, പുരട്ടിയിട്ട് ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്, ഒരുപാടങ്ങ് എടുത്ത് പുരട്ടരുത്, കുറച്ച് ക്രീം എടുത്ത് പുരട്ടി ഒരു 2-3 ദിവസം അടുപ്പിച്ച് പുരട്ടുമ്പോൾ നമ്മുടെ ആ സ്കിന്നിന്റെ ടോൺ മാറി നല്ല വൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ക്രീം, ഞാനടക്കം യൂസ് ചെയ്തിട്ടുണ്ട്. കറുപ്പ് വരുമ്പോൾ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഈ മൂക്കിന്റെ 2 സൈഡിൽ, നമ്മുടെ പെണ്ണുങ്ങളുടെ മെൻസസ് എല്ലാം ആവുന്ന ടൈമിൽ ഈ മൂക്കിന്റെ 2 സൈഡിൽ ബ്ലാക്ക് ആവാറുണ്ട്. ചിലർക്ക് അറിയാം അതിനെ പറ്റിയിട്ട്. അപ്പം അങ്ങനെയെല്ലാം വരുന്ന സമയത്ത് ഈ ക്രീം അവിടെ ജസ്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്വാഭാവിക നിറം വരുത്തുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഏത് ക്രീം യൂസ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡോക്ടറെ നിർദ്ദേശം സ്വീകരിക്കണം. ക്രീം ഉപയോഗിക്കുമ്പോൾ കണ്ണിന് ചുറ്റും ഒരിക്കലും പുരട്ടരുത്, അതുപോലെ ചുണ്ടിനും പുരട്ടാൻ പാടില്ല. കാരണം നമ്മുടെ ചുണ്ട് വളരെ മൃദുവായ തൊലിയാണ്. അപ്പോൾ അവിടെ വേഗം അലർജി പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചുണ്ട് പൊട്ടും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചുണ്ടിലോ കണ്ണിന് ചുറ്റും ഒരിക്കലും ഇങ്ങനെയുള്ള സ്റ്റിറോയിഡുകൾ അടങ്ങിയിട്ടുള്ള ക്രീമുകൾ ഒരിക്കലും പുരട്ടാൻ പാടില്ല. പിന്നെ ഇങ്ങനെയുള്ള പല ക്രീമുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ പ്രത്യേകിച്ചിട്ട് ഒരു ക്രീമിന്റെയും പേര് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ക്രീമുകൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ഡോക്ടറെ കണ്ടിരിക്കണം. നമ്മൾ ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ ഏത് പാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്നുകിൽ ചെവിയുടെ സൈഡിൽ അല്ലെങ്കിൽ കൈത്തണ്ടയിൽ ഇവിടെ എവിടെയെങ്കിലും കുറച്ചെടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് എന്തെങ്കിലും അലർജിക് പ്രോബ്ലം ഉണ്ടോ എന്നറിയാം. മുഖത്ത് പറ്റി കഴിഞ്ഞാൽ ഫുള്ള് മുഖം തൊലി പൊളിയലും അങ്ങനത്തെ സംഭവങ്ങളും വരും അലർജി ഉള്ളവർക്ക്. അപ്പൊ അങ്ങനെയുള്ളവർ ഏത് പാക്കായാലും നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ളതായാലും ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് കൈത്തണ്ടയിലോ അല്ലെങ്കിൽ ചെവിയുടെ സൈഡിലോ ഇത് ചെയ്ത് നോക്കണം. ഇങ്ങനെയുള്ള ക്രീമുകൾ പുരട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് കുറച്ച് മുന്നേ ആണ്. കിടക്കുന്നതിന് മുന്നേ രാത്രി അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു പ്രത്യേകിച്ച് കളറ് വെക്കുന്ന ക്രീമുകൾ, അതായത് സ്കിൻ വൈറ്റനിങ് ക്രീമുകൾ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. ഒരുപാട് തേച്ചിട്ട് അങ്ങ് വെളുപ്പ് വരുന്ന ആരും ചിന്തിക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് മൊത്തം പൊള്ളി പ്രശ്നമാവും. ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇങ്ങനെയുള്ള ക്രീം, ഞാൻ ഈ ക്രീം കിട്ടിയ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലാവരോടും പറഞ്ഞു, ഈ ക്രീം തേച്ച് കഴിഞ്ഞാൽ കറുപ്പെല്ലാം പോകുന്നു പറഞ്ഞു. അപ്പൊ കഴുത്തിന് കറുപ്പ് ഒരുവിധം എല്ലാവർക്കും അറിയാം. കഴുത്തിന്റെ ബാക്ക് സൈഡിൽ ഒരുവിധം എല്ലാവർക്കും കറുപ്പുണ്ട്. ചില സമയത്ത് എനക്കും കറുപ്പ് വരാറുണ്ട്, ഇപ്പം കുറവുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞ സമയത്ത് എൻ്റെ ഏച്ചി എല്ലാം ഈ ക്രീം പോയിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനെ ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഈ ക്രീം വാങ്ങിച്ചിട്ട് നമ്മൾ ബ്ലീച്ചെല്ലാം ചെയ്യുന്ന മാതിരി ഈ ക്രീം മൊത്തം എടുത്ത് ഇടിയും ഒക്കെ പറ്റിച്ചു വെച്ചു. പിറ്റേത്തെ ദിവസം നോക്കുമ്പം ആളെ ആർക്കും മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് കഴുത്തിനെല്ലാം വലിയ ഉണ്ടയെല്ലാം കെട്ടിയിട്ട് നടക്കുന്നുണ്ടായിനി കുറെ നാൾ. പിന്നെ ശരിയായി. അതുപോലെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ക്രീം നമ്മുടെ കഴുത്തിന്റെ കറുപ്പ് പോകാനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോഴും എൻ്റെ മോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ കൊടുത്തതാണ്.
അപ്പോൾ ഈ ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിന്റെ ബാക്കിലുള്ള, ഞാനും ഇടക്ക് യൂസ് ചെയ്യുന്നതാണ്, കഴുത്തിന്റെ ബാക്കിലുള്ള കറുപ്പൊക്കെ പോകും. പക്ഷെ ഇത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. അതായത് ഇത് ഒരു പിഞ്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് ഒരാഴ്ച നമ്മൾ അടുപ്പിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിന്ന് നല്ല ടോണിലേക്ക് എത്തുന്നതാണ്. ഇങ്ങനെയുള്ള ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. നമ്മൾ വെയിൽ കൊള്ളാൻ, പരമാവധി വെയിൽ കൊള്ളാൻ പാടില്ല. കുട എടുത്തിട്ട് പുറത്തു പോവുക, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതിന്റെ ഡബിളായിട്ട് നമ്മുടെ സ്കിൻ ഡാർക്കായി മാറും. മെയിനായിട്ട് നമ്മൾ ഇത് ചെയ്താൽ മതി, സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതി. സൺസ്ക്രീൻ യൂസ് ചെയ്ത് വെയിൽ കൊണ്ടാലും വലിയ പ്രശ്നമില്ല. എങ്കിലും കൂടുതൽ വെയിൽ കൊള്ളാതിരിക്കുന്നതാണ് ഈ ക്രീം ഉപയോഗിക്കുമ്പോൾ നല്ലത്. ഇതിന്റെ പാർശ്വഫലങ്ങൾ എന്തെല്ലാമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഈ ക്രീം കണ്ടിന്യൂസ് ആയിട്ട് ദീർഘകാലത്തോളം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ചുവന്ന് തടിക്കാനും സ്കിൻ നേർത്തു പോവാനും അങ്ങനെയൊക്കെയുള്ള അലർജിക് പ്രോബ്ലങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ക്രീമുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശം വാങ്ങിയിരിക്കണം കേട്ടോ. അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്റെ മുത്തുമണികളോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ചർമ്മ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. ചർമ്മ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ചർമ്മം ഓക്കെ അല്ല എങ്കിൽ, നമ്മുടെ സ്കിൻ ഓക്കെ അല്ല എങ്കിൽ, നമ്മുടെ ഫേസ് ഓക്കെ അല്ല എങ്കിൽ നമ്മൾ കൂടുതൽ തളർന്നു പോകും. അത് സ്വാഭാവികമാണ്. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവാണ്ട് പോകും. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ, അയ്യോ നമ്മൾ വരണ്ടുടങ്ങി, നമ്മൾ ഇങ്ങനെയായി അങ്ങനെയായി എന്നുള്ള ടെൻഷൻ എപ്പോഴും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. അത് സത്യം. ഇപ്പൊ പ്രായമാകുമ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, അയ്യോ ഞാൻ പ്രായമായല്ലോ, അല്ലെങ്കിൽ എന്റെ മുഖത്ത് ചുളിവ് വീണല്ലോ, വരകൾ വീണല്ലോ അല്ലെ. അതുകൊണ്ട് ചർമ്മ സംരക്ഷണം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ എന്റെ മുത്തുമണികൾക്ക് എല്ലാവർക്കും ഞാൻ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്ക് വേണമെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്തോളൂ.